ശാന്തതയിൽ ഇരിക്കണം. പ്രിൻസിപ്പൾ വന്നു പോയില്ലേ? ഞാൻ കണ്ടു, നിങ്ങളുടെ സൗണ്ട് ഞാൻ അവിടേക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്താ പഠിച്ചേ? 3 അവസ്ഥകൾ. ഏതൊക്കെയാ 3 അവസ്ഥകൾ? പക്ഷേ ഉറക്കം വരുന്നുണ്ടോ? ഏതൊക്കെ? ഖരം, ദ്രാവകം, വാതകം. ഖരത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? തന്മാത്രകൾ വളരെ അടുത്തടുത്താണ്. അപ്പൊ ദ്രാവകത്തിന്റെയോ? കുറച്ചും കൂടി അകലത്തിലായിരിക്കും. വാതകത്തിന്റെ വളരെ അകലത്തിലായിരിക്കും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ പഴങ്ങളാ ഇഷ്ടം? ആപ്പിൾ ഇഷ്ടമാണ്, പിന്നെ മുന്തിരി ഇഷ്ടമാണ്, പിന്നെ ഏതാ? ഓറഞ്ച് ഇഷ്ടമാണ്. ചക്ക ഇഷ്ടം എല്ലാവർക്കും? ചക്ക ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ് അല്ലേ? തണ്ണീർമത്തൻ ഇഷ്ടമാണ്. അങ്ങനെ വരുന്നുണ്ട് ഓരോന്നും. അപ്പൊ നമുക്ക് ഇതൊക്കെ പഴുത്ത മണം നമുക്ക് വീട്ടിലേക്ക് കിട്ടാറില്ലേ? പറമ്പിലെ ചക്കയൊക്കെ ഉണ്ടായ വീട്ടിലേക്ക് വരാറുണ്ട് അല്ലേ? ഇതൊക്കെ എന്തുകൊണ്ടായി മണം നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരണേ? അതന്നെ, എന്തോ ഒരു സംഭവം നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് അല്ലേ? ഇതേപോലെ നമ്മളിങ്ങനെ ഒരു ഹോട്ടലിന്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ പോകുമ്പോ നല്ല ചൂട് ബിരിയാണിയുടെ മണം നമുക്ക് കിട്ടാറില്ലേ? കണ്ണ് പുറത്തു വന്നു. ബിരിയാണിയുടെ മണം നമുക്ക് കിട്ടാറുണ്ട് അല്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നേ? അവിടെയും ഇതേപോലെ എന്തോ ഒരു സംഭവം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് അല്ലേ? നമുക്കൊരു ഉദാഹരണം നോക്കാം. അഞ്ചന ഇവിടെ വരൂ. ചന്ദനത്തിന് നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കാറുള്ളതല്ലേ? ഇപ്പൊ എന്താ സംഭവിച്ചേ? മണം വരുന്നോ? നല്ല മണം വരുന്നുണ്ട് അല്ലേ? ഇതിന്റെ പുകയൊക്കെ നമ്മുടെ ക്ലാസ് മുഴുവനും വരുന്നുണ്ട്. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇത് എന്താ ഇവിടുന്ന് വരുന്നേ? പുക എന്താ? വാതകം അല്ലേ? വാതകത്തില് ചലന സ്വാതന്ത്ര്യം കൂടിയ തന്മാത്രയുള്ളത് കൊണ്ട് അതിനെന്താ സംഭവിക്കുന്നത്? അത് നമ്മുടെ അവിടേക്കൊക്കെ ഒഴുകിയെത്തുന്നു അല്ലേ? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇതെന്താ സംഭവിച്ചേ? അവിടെ ഒരു പ്രവർത്തനം നടക്കുന്നില്ലേ? ആ പ്രവർത്തനം എന്താണെന്നുള്ളതാണ്. അപ്പൊ ചലന സ്വാതന്ത്ര്യം കൂടിയ തന്മാത്രകള് അന്തരീക്ഷ വായുവിൽ കലർന്നിട്ട് നമ്മുടെയൊക്കെ അടുത്തെത്തുന്നു. ഈ പ്രവർത്തനത്തിനെ വിളിക്കുന്ന പേരാണ്, കേട്ടിട്ടുണ്ടോ? വ്യാപനം. എന്താ വിളിക്കുക? വ്യാപനം. ഡിഫ്യൂഷൻ എന്നും പറയുന്നുണ്ട്. അപ്പൊ വ്യാപനത്തിന് നമുക്കൊരു നിർവചനം നൽകിയാലോ? ചലന സ്വാതന്ത്ര്യം കൂടിയ തന്മാത്രകള് സ്വയമേവ അന്തരീക്ഷ വായുവിൽ കലരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വ്യാപനം അല്ലെങ്കിൽ ഡിഫ്യൂഷൻ. അപ്പൊ നമ്മൾ 3 അവസ്ഥ പഠിച്ചു. അപ്പൊ അതിൽ ചലന സ്വാതന്ത്ര്യം കൂടുതലുള്ളത് ആർക്കാന്നാ പഠിച്ചേ? ഗ്യാസ്. വാതകത്തിനാണെന്ന് പഠിച്ചു അല്ലെ? അപ്പൊ വാതകത്തിനായിരിക്കില്ലേ കൂടുതൽ വ്യാപനം നടക്കുക? കൂടുതൽ ദൂരേക്ക് എത്തുന്നത് വാതകത്തിനായിരിക്കും. ഇത് കൂടാതെ ദ്രാവകവും ഇല്ലേ? ദ്രാവകത്തിൽ വ്യാപനം സംഭവിക്കുമോ? ഒഴുകി പോവോ? നമുക്കൊന്ന് നോക്കാം അല്ലെ, എങ്ങനെയാ അതിന് വ്യാപനം സംഭവിക്കണം എന്നുള്ളത്. ഒരു ബീക്കറിന്റെ പിക്ചർ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മഷി ഒന്ന് ഒഴിച്ചു നോക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. രാവിലെ കഴിച്ചില്ലേ? ശക്തി ഇല്ലല്ലോ. മതി. ഒന്ന് ഇടയ്ക്ക്. അതിന് വേദനക്കില്ലേ? നന്നായിട്ട് വെക്കോ. മതി. ഇപ്പൊ എന്താ സംഭവിച്ചേ? അതും പറഞ്ഞു അല്ലേ? അപ്പൊ അവിടെ വ്യാപനം ഉണ്ടായി. അപ്പൊ നമുക്ക് എന്ത് പറയാം? താങ്ക് യു. അപ്പൊ വാതകത്തിലുള്ള വ്യാപനം നമ്മൾ കണ്ടു, അതേപോലെ ദ്രാവകത്തിലുള്ള വ്യാപനവും കണ്ടു. ഇനി നിങ്ങൾക്ക് അറിയുന്ന വ്യാപനം ഏതൊക്കെയാ? ഒരു ഉദാഹരണം പറഞ്ഞേ. നിങ്ങൾക്ക് അറിയുന്നത്? സ്പ്രേ. നമ്മൾ ദിവസം അടിക്കാറുണ്ടല്ലേ? കുടിച്ചില്ലെങ്കിലും നമ്മൾ അതൊക്കെ അടിച്ചിട്ടാ വരിക അല്ലെ? അപ്പൊ അവിടെ എന്തുണ്ടാകുന്നുണ്ട്? വ്യാപനം. ആ സ്പ്രേ എല്ലാവരും അതിന്റെ മണം കിട്ടുന്നത് എവിടുന്നാ? ആ വ്യാപനം കൊണ്ടാണ്. അപ്പൊ നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഇതുപോലെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വ്യാപനത്തിന്റെ കുറെ ഉദാഹരണം ഉണ്ടാവുമല്ലോ. ഇപ്പൊ തന്നെ നിങ്ങൾ പറഞ്ഞു സ്പ്രേ. അതുപോലെയുള്ള ഉദാഹരണങ്ങളൊക്കെ ഒന്ന് നോട്ടിൽ എഴുതി വെക്കാം. അപ്പൊ വ്യാപനം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തായിരുന്നു വ്യാപനം? ഉറക്കെ പറയൂ. സ്വയമേവ ചലന സ്വാതന്ത്ര്യം കൂടിയ തന്മാത്രകള് അന്തരീക്ഷ വായുവിൽ സ്വയമേവ കലരുന്നതിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? വ്യാപനം. അപ്പൊ ഇനി നിങ്ങൾക്ക് ഹോട്ടലിന്റെ മുന്നിലൂടെ ഒക്കെ പോകുമ്പോൾ ബിരിയാണിയുടെ മണം വന്ന് എന്താലോചിക്കണം? അവിടെ എന്തുണ്ടായി?
ബാക്കി ഭാഗങ്ങൾ നമുക്ക്